ഹലോ ഗൈസ്, ശ്രീ ഹിയർ. വിവോയുടെ V50e. ഈ ഫോണിനെ കുറിച്ച് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് പറഞ്ഞ തട്ടിപ്പ് കൊള്ള സ്കാം വാങ്ങിക്കല്ലേ. 30,000 രൂപയ്ക്ക് വിവോ ഈ ഫോൺ പ്രൈസ് ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് പ്രിറ്റി മച്ച് എ ഗുഡ് വാല്യൂ ഫോർ മണി ഫോൺ. ഞാനിത് കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി. എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കറണ്ട് അണ്ടർ 30K ലൈനപ്പിൽ ഒരു കാരണവശാലും എക്സിസ്റ്റ് ചെയ്യേണ്ടാത്ത ഒരു ഫോണാണിത്. ഡോണ്ട് ബൈ ദിസ്. സോ ഫോൺ താഴെ വെച്ചിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ബോഡി ആൻഡ് ഡിസൈൻ തുടങ്ങാം. സോ കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനാണ്. ഫ്രണ്ടൽ ഗ്ലാസ്, എനിക്കൊന്ന് സൈഡ് റെയിൽസ് ഉൾപ്പെടെ പ്ലാസ്റ്റിക് ആണെന്നാണ് എൻ്റെ വിശ്വാസം. മെറ്റലാണെങ്കിലും എനിക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും തോന്നിയില്ല. ഞാൻ അത് ഗൂഗിളിലും സ്പെക്കും ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതുമില്ല എന്തോ കൊടുത്തേക്കുന്നത്. അവർ ക്ലിയർ അല്ലാതെ വേഗമായിട്ടാണ് ഭയങ്കരമായിട്ട് കൊടുത്തേക്കുന്നത്. അത് പക്ഷേ ബിൽഡ് ആൻഡ് ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിൽ വെയിറ്റ് അത്യാവശ്യം നല്ലോണം മാനേജ്ഡ് ആണ്. മിക്ക വിവോ ഫോൺസിനും ആ കാറ്റഗറിയിൽ ദേ ഡു ഗുഡ്. അതേപോലെ തന്നെ IP69 ഉണ്ട്. സോ വെള്ളത്തിനും സ്പ്ലാഷ് പ്രൂഫ്നെസ്സും പൊടിയൊന്നും കയറിയ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഫണ്ടമെന്റൽ പ്രോബ്ലം വിത്ത് ദിസ് ഇസ് ഒരു പ്രീമിയം ഫീൽ ഇല്ല. എനിക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫോൺ തന്നെ പിടിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് ആ പ്രീമിയം മെറ്റൽസോ ഹെഫ്റ്റി ഫീലോ ഒന്നുമില്ല. ബാക്കിയെല്ലാം പക്കയാണ്, ആക്യുറേറ്റ് ആണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഡിസ്പ്ലേയിലോട്ട് നമുക്ക് വരാം. ഡിസ്പ്ലേ ഇസ് എ റിയലി ഗുഡ് ഡിസ്പ്ലേ എന്ന് ഞാൻ പറയത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ. 30,000 രൂപയ്ക്ക് 10-bit ഡിസ്പ്ലേ. പക്ഷേ പിക്സൽസ് പെർ ഇഞ്ച് ബാക്കിയുള്ള ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനെക്കാട്ടിയും കുറവാണ്. അണ്ടർ 400 ഉള്ളൂ. 388 പിക്സൽസ് പെർ ഇഞ്ച്, 120 Hz, AMOLED ആണ്, HDR10+, അങ്ങനത്തെ ടിപ്പിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. 1800 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ്. പക്ഷേ ഡെയിലി ബ്രൈറ്റ്നസിൻ്റെ സ്പെക്കും അവർ കൊടുത്തിട്ടില്ല അവരുടെ വെബ്സൈറ്റിൽ. എനിക്ക് വെയിലത്തൊക്കെ ഉപയോഗിച്ചപ്പോൾ ഭയങ്കര റീഡബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ HBM കറക്റ്റ് എമൗണ്ട് അവർ കൊടുക്കാത്തേ അത് തന്നെയായിരിക്കും. കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നസ്സേ ഉള്ളൂ. ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി 1800 നിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഒന്നും നമുക്ക് തോന്നത്തില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആക്ച്വലി ഭയങ്കര ബെസൽസ് കുറവാണ്. എനിക്കിതിനകത്ത് ഫോണിനകത്ത് കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് അഭിപ്രായം പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. കാരണം ആ സെഗ്മെന്റിൽ അവർ കുഴപ്പമില്ലാതെ വർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിസ്പ്ലേ എയ്ഡ് ചെയ്തേക്കുന്ന എന്താ പറയുക സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ 30,000 രൂപയ്ക്ക് അബ്സല്യൂട്ട്ലി കൂതറ ഹാപ്റ്റിക്സ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കൂതറ എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഫോണൊക്കെ മറ്റേ ജങ്കി വൈബ്രേഷൻ ഫീൽ ഇല്ല, അത് അല്ലാതെ ഒരു പ്രിസൈസ് ടാക്ടൈൽ ഫീലോ അങ്ങനത്തെ ഒന്നുമില്ല. സ്പീക്കേഴ്സും സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, കുഴപ്പമില്ല. ഈ പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഒരു മോട്ടോ ലെവൽ ഓഫ് എക്സ്ട്രാ ഓർഡിനറിനെസ്സോ ആ ഒരു ഫീലൊന്നും നമുക്ക് കിട്ടുന്നില്ല, സെപ്പറേഷനും കാര്യങ്ങളും ഒന്നും. ഇനി നമുക്ക് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി ലൈഫ് അത്യാവശ്യമുണ്ട്. 5600 mAh ഉണ്ട്. അത് ഡെയിലി നിങ്ങൾക്ക് കിട്ടും. ഒരു 7 hours 6.5 hours ഒക്കെ കിട്ടും. ഒരു കാഷ്വൽ സിമ്പിൾ യൂസേജിന് നല്ല ബാറ്ററി ലൈഫാണ്. പിന്നെ ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 90 watt വയർഡ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈറസ് ഓഡിയോ ഇല്ല, ആപ്റ്റെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ഈ ഫോണിനകത്ത്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് തെർമൽസിനെ കുറിച്ച് പറഞ്ഞാൽ കുത്തിയിടുമ്പോൾ ചെറുതായിട്ട് ചൂടാം. അല്ലാതെ ഞാൻ ഗെയിമൊക്കെ കളിച്ച് നോക്കിയപ്പോഴും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 7300 സീരീസ് ചിപ്സെറ്റാണ്, 4 nanometer. അവരുടെ GPU ഉപയോഗിച്ചിരിക്കുന്ന മാലിയുടെ G615 എന്ന് പറഞ്ഞ GPU ആണ്. ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ വീഡിയോ കാണുന്ന പലരും ഒന്ന് ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും എനിക്കത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നമ്മുടെ കുഞ്ഞു ചാനലായിട്ട് ഗ്രോത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. GPU ഭയങ്കര കിടലൊന്നും അല്ലെങ്കിലും നിങ്ങൾ മോഡറേറ്റ് ടാസ്ക് ഓഫ് ഗെയിമിങ്ങിന് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഗെയിമർ ഓറിയന്റഡ് ഫോണാണെന്ന് വെച്ചാൽ അല്ല. ഇത് ശരിക്കും വിവോയുടെ V50e എന്ന് പറഞ്ഞ ലൈൻ ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ എനിക്ക് അവിടെയാണ് ഗ്രഡ്ജ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് വരികയാണ്. പക്ഷേ ഇത്രയും പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാലും ഈ പ്രൈസ് റേഞ്ചിനൊന്നും എനിക്ക് ഞെട്ടിക്കുന്നതായിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിന് കൊടുത്തേക്കുന്ന സ്പെക്ക് അത്യാവശ്യം താപ്പോട്ടുമാണെന്ന്. UFS 2.2 UFSനകത്തൊന്നും വലിയ കാര്യമില്ല. ഈ സോഫ്റ്റ്വെയർ ഭയങ്കര അത്യാവശ്യം വെൽ ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ. പക്ഷേ ഭയങ്കര കിടൽ ഒപ്റ്റിമൈസ്ഡ് ആണോ ഫണ്ട ചോയ്സ് നിങ്ങൾ തന്നെ അഭിപ്രായം പറയാം. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ ബിലോ. ഓൾ അറൗണ്ട് പെർഫോമൻസ്, ബാറ്ററി ലൈഫ് ആൻഡ് GPUനെ കുറിച്ച് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഈ പ്രൈസിൽ അവർക്ക് ബെയർ മിനിമം സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പറയാം. സി ഗൈസ്, ക്യാമറാസ് ആർ എന്താ പറയണ V50e സീരീസിൻ്റെ സെല്ലിംഗ് പോയിന്റ് ആവേണ്ടതാണ് ക്യാമറ. പക്ഷെ ഇവർ മെയിൻ ക്യാമറ V50 അല്ല ഉപയോഗിച്ചേക്കുന്നത്. നോ, ഇറ്റ് ഇസ് നോട്ട് സെയിം. ആപ്പച്ചർ പോലും അല്ല. 50 MP സെൻസർ ആണെങ്കിൽ സെൻസർ സൈസിനകത്ത് വ്യത്യാസമുണ്ട്. V50 നോക്കുമ്പോൾ V50 വരുമ്പോൾ സെൻസർ സൈസും ആപ്പച്ചറും വ്യത്യാസമുണ്ട്. അതിനകത്ത് 50 MP വൈഡ് ആംഗിൾ ആണെങ്കിൽ ഇതിനകത്ത് 8 MP വൈഡ് ആംഗിൾ ആണ് കൊടുത്തേക്കുന്നത്. സോ
V50E എല്ലാവർക്കും V50യുടെ ക്യാമറ സെറ്റപ്പ് ഓൺ എ ബഡ്ജറ്റ് കിട്ടുമെന്ന് പോയി എടുക്കുന്ന ആ ഒരു മാർക്കറ്റിങ്ങും തെറ്റാണ്. നിങ്ങൾക്ക് അതല്ല കിട്ടുന്നത്. ഞാൻ സാമ്പിൾസ് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് ഇമ്പ്രസീവ് ഒന്നുമില്ല. ഞാൻ എൻ്റെ അമ്മയൊക്കെ ഒരുക്കി നിർത്തി, എന്താ പറയടാ, അമ്മയൊക്കെ ഒരുക്കി നിർത്തി ഞാൻ സാമ്പിൾസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ച്. പക്ഷേ ഇറ്റ് വാസ് ആവറേജ് എന്നൊക്കെ പറയാം. 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ക്യാമറ സിസ്റ്റം കിട്ടുമെന്ന് വെച്ചാൽ അഫ്കോഴ്സ് കിട്ടും. എനിക്കൊന്ന് ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ബിലോ ആവറേജ് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സോ ഇത്രയും ഞാൻ അടിമുടി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പറഞ്ഞുതരാം. ഇതൊരു കോംപ്രഹെൻസീവ് റിവ്യൂ ഒന്നുമല്ല. ഞാനിത് ഭയങ്കര നീണ്ട കാലഘട്ടത്തേക്കൊന്നും നിന്ന് ഉപയോഗിച്ചിട്ടുള്ള ഫോണൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ്റെ തോട്ട്സ് ആൻഡ് എൻ്റെ വ്യൂ പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. V50E എന്ന് പറഞ്ഞ ഫോൺ മാക്സിമം ലോക്കൽ സ്റ്റോഴ്സിൽ പുഷ് ചെയ്യും. കാരണം അവർക്ക് നല്ല കമ്മീഷൻ കിട്ടാൻ വിവോയുടെ ഫോണിൽ നിന്ന്. രണ്ടാമത്തെ സംഭവം, അവർക്ക് ഈ വെളിമേന്നൊക്കെ ഈ ഗാലക്സി ഫിനിഷ് ഒക്കെ കാണാൻ വെച്ച ലുക്കല്ലേ, അതുകൊണ്ട് അവർ പറയും സൂപ്പർ സാധനം. ഈ പെണ്ണുങ്ങൾ എന്താ പറയുക, ആൻറ്റിമാരെയും അമ്മൂമ്മമാരെയും മാമന്മാരെയൊക്കെ അടിച്ചേൽപ്പിക്കും. 8GB RAM ഉണ്ട്, 256GB ROM ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് ശരിക്കും വാല്യൂ ഫോർ മണി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അല്ല. പ്ലാസ്റ്റിക് ബിൽഡ് ആയിട്ടൊരു ഫോൺ, അതേപോലെ തന്നെ IP69 ഉണ്ട് ഡ്യൂറബിൾ ഡിസൈൻ പോയിന്റ്. വേറെ ഒരു പോസിറ്റീവ് എനിക്ക് പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ, 10 bit ആണ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ്, 120 Hz ഉണ്ട്, ആമോലെഡും കാര്യങ്ങളൊക്കെയാണ്, LTPO ഇല്ല. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ക്യാമറാസ് ആണ് ഇവർ പുഷ് ചെയ്യേണ്ടത്. പക്ഷേ ക്യാമറാസിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിൽ നോക്കുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഒരു ഓഫീസ് യൂസറിനൊക്കെ പോകുന്ന ആ ഒരു കൺസ്യൂമറിനെ മൈൻഡിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 1 day ഒക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് അവർക്ക് കിട്ടുന്നില്ല. ഇനി ഞാൻ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതേ പ്രൈസ് റേഞ്ചിനാണ് iQOO Neo 10R പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പെക്കും അതിൻ്റെ യൂസബിലിറ്റിയും നിങ്ങൾ നോക്ക്. അതേപോലെ ഇതേ പ്രൈസ് റേഞ്ചിനാണ് പോക്കോയുടെ X7 Pro ഇരിക്കുന്നത്. അതിൻ്റെ സ്പെക്കും അതിൻ്റെ യൂസബിലിറ്റിയും ആ ഒരു സംഭവം ഇത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇതേ സ്പെക്കിലാണ് എന്താ പറയണ റിയൽമിയുടെ P3 Ultra ഉള്ള, അതും എന്താ വിലയിൽ കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം നല്ലത് അത് തന്നെയാണ്. എന്തിനു പോട്ടെ, നിങ്ങൾക്കൊരു പക്കാ പ്രീമിയം ഇൻഹാൻഡ് ഫീലും ഡിസൈനും അങ്ങനത്തെ സംഭവമൊക്കെയാണ് നത്തിങ് 3A Pro ഇടറ്. എനിക്കറിയാൻ വയ്യ ഇത് എന്തിനാണ് ഇവർ ഇത്രയും മാർക്കറ്റിങ്ങിന് പുഷ് ചെയ്യുന്നത്, എന്തിനാണ് ഇവർ ഇത്രയും ദിസ് ഇസ് നോട്ട് എ ഗുഡ് ഫോൺ ഗൈസ്. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് 30,000 രൂപ കൊടുത്തത് കിട്ടുന്നതിനകത്ത് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോൺ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു രീതിയിലും ഒരു ബെസ്റ്റ് അല്ലാത്ത, പക്ഷെ എന്നാലും കടകളിൽ വിറ്റ് ഒരുപാട് പോകാൻ സാധ്യതയുള്ളൊരു ഫോണാണ്. സോ ഗൈസ്, എനിക്ക് വിവോ ഹെയ്റ്ററും കാര്യങ്ങളൊന്നും അല്ല. വിവോയുടെ V50ൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം, അതൊരു പക്ക ക്യാമറ ഫോണാണ്. അതിൻ്റെ ആ സൈസിൻ്റെ ക്യാമറ സിസ്റ്റം അടിപൊളിയാണ്. ബാക്കി ചെറിയ ചെറിയ സാക്രിഫൈസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ക്യാമറ ആയിട്ട് തോന്നിയില്ല. ഞാനിത് എനിക്കറിയാം, ഞാനിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ക്യാമറ ആയിരിക്കും മെയിൻ സാധനം എന്ന് പറഞ്ഞ് യൂസ് ചെയ്തത്. പക്ഷേ ഡിസപ്പോയിൻറ്റഡ്. സോ ഗൈസ്, അത്രയ്ക്ക് എനിക്ക് പറയുള്ളൂ. പിന്നെ വേണം നമുക്ക് ഫണ്ട ചോയ്സിനെ കുറിച്ച് പറഞ്ഞ് നിർത്താം. ഫണ്ട ചോയ്സസ് കുഴപ്പമില്ലാത്തൊരു വോയിസ്. വിവോ പണിഞ്ഞെടുത്ത് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒരു ചൈനീസ് ക്ലട്ടേർഡ് ലുക്കൊക്കെയാണ്. മേ ബി നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവും, മേ ബി വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഈസ്തെറ്റിക്സും ലുക്കൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഒരുപാട് ബഗ്ഗും കാര്യങ്ങളൊന്നുമില്ല, റിഫൈൻഡ് സോഫ്റ്റ്വെയർ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിൽ കിട്ടുന്ന ഓൾ അറൗണ്ട് ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ നോ, ഐ വോണ്ട് റെക്കമെൻഡ്. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇതേപോലത്തെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോയി വാങ്ങിക്കാൻ നോക്കുക. കാരണം 10-30,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുമ്പം ഡു യു റീസെർച്ച്. എൻ്റെ വീഡിയോ ഒന്നും ഞാൻ പറയുന്നതല്ല. എനിക്കിപ്പം ABC മൊബൈൽസ് ആണ് ഈ ഫോൺ തന്നത്. ഞാൻ അവരുടെ അടുത്ത് പക്കയായിട്ട് നെഗറ്റീവായിട്ട് പറയുമെന്ന് പറഞ്ഞാണ് ഫോൺ വാങ്ങിച്ചേക്കുന്നത്. എന്നാലും എന്താ പറയുക, എല്ലാ കടക്കാരും അതുപോലെ ആയിരിക്കണമെന്നില്ല. അവർക്ക് സെയിൽസ് ആണ് മുഖ്യം. സോ ഗൈസ്, നിങ്ങൾക്ക് ജെന്യുവൻ ഫോണും സെക്കൻഡ് വ്യൂസിലൊക്കെ വേണമെങ്കിൽ ABC മൊബൈൽസ് പട്ടത്തിനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ താഴെയുണ്ട്. ഇറ്റ്സ് റീ ഹിയർ. ലവ് യു. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ.